നമസ്കാരം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെയും വരും ദിവസങ്ങളിലും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഡെയിലി അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പായി ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലൊക്കെ ഷെയർ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റാനുള്ള ബിൽ അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ. തൊഴിലുറപ്പ് പദ്ധതി ഇനി മുതൽ പൂജ്യബാബു ഗ്രാമീൺ റോസ്ഗർ ഗ്യാരണ്ടി യോജന എന്ന പേരിൽ അറിയപ്പെടും. 100 തൊഴിൽ ദിനങ്ങൾ ഉണ്ടായിരുന്ന 125 ദിവസമാക്കി വർദ്ധിപ്പിക്കുമെന്നാണ്. മിനിമം വേതനം 240 രൂപയായി ഉയർത്തുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത്. പേരുമാറ്റത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കിടയിലും വിശാലമായ ഗ്രാമവികസന ലക്ഷ്യങ്ങൾ ലക്ഷ്യമിട്ട് സംസ്ഥാന നിർദ്ദിഷ്ട ആനുകൂല്യങ്ങളിലൂടെ കേരളം അതിന്റെ പ്രതിബദ്ധത നിലനിർത്തുമ്പോൾ കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഐഡന്റിറ്റിയും സാമ്പത്തിക ഭാരവും പുതുക്കുകയാണ്. 2005 ഓഗസ്റ്റ് 25 പാർലമെന്റ് പാസാക്കിയ യഥാർത്ഥ ബില്ലിന്റെ പേര് ദേശീയ ഗ്രാമീണ തൊഴിലുള്ള നിയമം എന്നായിരുന്നു. പിന്നീട് 2009 മഹാത്മാഗാന്ധി എന്ന വാക്കുകൂടി ഇതിനൊപ്പം ചേർക്കുകയായിരുന്നു. 2005 തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. ഗ്രാമീണ കുടുംബങ്ങളിലെ പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ ഈ പദ്ധതി പ്രകാരം ലഭിക്കും. തൊഴിലില്ലായ്മ, വേതനം, തുല്യ ജോലിക്ക് തുല്യ വേതനം, പ്രകൃതി വിഭവ സംരക്ഷണം, സ്ത്രീ ശാക്തീകരണം ഇവ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, നമ്മുടെ സംസ്ഥാനത്ത് AP വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡിൽ BPL കാർഡിന് അർഹതയുള്ള വ്യക്തികൾക്ക് അതിലേക്ക് അപേക്ഷ വയ്ക്കാനുള്ള ഒരു അവസരം നവംബർ മാസം മുതൽ തന്നെ സർക്കാർ ഒരുക്കിയിരുന്നു. അതിന്റെ അപേക്ഷാ തീയതി ഈ 17-ാം തീയതി അവസാനിക്കുവാണ്. ഇനി കേവലം ഒരു ദിവസം കൂടി മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അപ്പോൾ അപേക്ഷ വയ്ക്കാൻ ഇനി ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരം പാഴാക്കാതെ എത്രയും വേഗം തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അർഹതയുള്ളവർക്ക് BP റേഷൻ കാർഡ് നൽകുന്നതായിരിക്കും. നീല റേഷൻ കാർഡിലുള്ളവർക്കാണ് ഈ ഒരു അവസരം ഉള്ളത്. അതിനുവേണ്ടി തന്നെ നമ്മൾ BP റേഷൻ കാർഡിന് അർഹതയുണ്ട് എന്നുള്ളൊരു സാക്ഷ്യപത്രം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തി നൽകുന്ന BPA സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബവാർഷിക വരുമാനം അത് തെളിയിക്കുന്ന വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ കുടുംബത്തിലെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം രോഗാവസ്ഥ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു മെഡിക്കൽ സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, സർക്കാരിന്റെ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ആനുകൂല്യങ്ങൾ അതെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അതിനുള്ള സാക്ഷ്യപത്രങ്ങൾ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, മുൻഗണന തെളിയിക്കുന്ന ഈ രേഖകളെല്ലാം തന്നെ നമ്മൾ ഹാജരാക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മാർക്കുകൾ ഇതുവഴി നേടാൻ സാധിക്കും. ഇത്തരത്തിൽ കൂടുതൽ മാർക്കുകൾ നേടുന്ന വ്യക്തികൾക്കാണ് ഇതിൽ മുൻഗണന നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള BP റേഷൻ കാർഡ്, അതായത് പിങ്ക് റേഷൻ കാർഡിന്റെ ഒഴിവുകളിലേക്ക് അതിനനുസരിച്ച് വിതരണം ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻസും മെസ്സേജൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മാസം മുതൽ തന്നെ പിന്നീട് ഈ BP റേഷൻ കാർഡിന്റെ ആനുകൂല്യങ്ങളൊക്കെ തന്നെ അത് വാങ്ങാനായിട്ട് അർഹതയുള്ളവരായിട്ട് തീരുകയാണ്. ഇനി APL വിഭാഗത്തിലെ വെള്ള റേഷൻ കാർഡുകൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് നീല റേഷൻ കാർഡിലേക്ക് മാറാനുള്ള അവസരമുണ്ട് എന്ന് നിരവധി ആളുകൾ ചോദിച്ചിരുന്നു. ഇങ്ങനെയുള്ള അവസരം നിലവിലിപ്പോൾ ഒരുക്കി തരുന്നില്ല എന്നൊരു കാര്യം പ്രത്യേകമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, സംസ്ഥാനത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം 15-ാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ധനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇതിനാവശ്യമായിട്ടുള്ള തുക അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. 63 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് 2000 വീതമുള്ള പെൻഷനായിരിക്കും ഇത്തരത്തിൽ എത്തിച്ചേരുക. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് 1600 രൂപ വീതമുള്ള ഒരു പെൻഷൻ ഗഡു അത് കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ അവർക്ക് 2 ഗഡുക്കൾ അത് വിതരണം ചെയ്തിരുന്നു. കൂടാതെ ബാക്കി വരുന്ന ഗഡു കൂടി അതും വളരെ വേഗം തന്നെ നൽകുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പെൻഷൻ വിതരണം ആരംഭിച്ച് ക്രിസ്മസിന് മുമ്പ് തന്നെ വിതരണം പൂർത്തിയാക്കാനുള്ള രീതിയിലാണ് വിതരണ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ക്രിസ്മസ് പുതുവത്സരമൊക്കെ തന്നെ പ്രമാണിച്ച് എല്ലാവരുടെയും കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടിലേക്കും ഈ തുക നേരത്തെ നൽകേണ്ടതായിട്ടുണ്ട്. പരമാവധി 24-ാം തീയതിയോടുകൂടി വിതരണം പൂർത്തീകരിക്കാനാണ് സർക്കാർ ഇപ്പോൾ ക്രമീകരണങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് റബ്ബർ കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു അറിയിപ്പാണ്.
മുൻപ് റബ്ബർ കർഷകർക്ക് ധനസഹായത്തിന് വേണ്ടി പ്രത്യേക അപേക്ഷകൾ നവംബർ മാസം 17-ാം തീയതി വരെ സമർപ്പിക്കാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. സർവീസ് പ്ലസ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ വെബ്സൈറ്റ് ഒക്കെ വഴി നമുക്ക് ഇത് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ ആ ഒരു അപേക്ഷാ സമയം നവംബർ മാസം 17-ാം തീയതി അവസാനിച്ചിരിക്കുകയാണ്. അതായത് റബ്ബർ കർഷകർക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജലസേചന സംവിധാനങ്ങൾ ക്രമീകരിച്ചവരുണ്ട്, അതോടൊപ്പം പുനർകൃഷി ചെയ്യുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നവരുമുണ്ട്, അതോടൊപ്പം തന്നെ പുതുതായിട്ട് കൃഷി ആരംഭിച്ചവരുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ റബ്ബർ കർഷകർക്കാണ് സാമ്പത്തിക ധനസഹായം നൽകുന്നത്. ഈ ധനസഹായത്തിന് വേണ്ടിയുള്ള വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരവസരം ഒരുക്കിയിരിക്കുകയാണ്. 15-ാം തീയതി ആരംഭിച്ച് 19-ാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. റബ്ബർ ബോർഡിൻ്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമുക്ക് അടുത്തുള്ള റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിലൊക്കെ പോയിട്ട് ബന്ധപ്പെടുകയും ആവശ്യമുള്ള ഹെൽപ്പ് ചോദിക്കുകയൊക്കെ ചെയ്യാം. ഈ ഒരു സഹായങ്ങൾ കൃത്യമായിട്ട് അവർ ഉറപ്പ് നൽകുന്നതായിരിക്കും. എത്രയും വേഗം ഈ അപേക്ഷകൾ വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ലഭിക്കുന്ന ധനസഹായങ്ങൾ പാഴാക്കാതിരിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലൊക്കെ ഷെയർ ചെയ്തോളൂ. പുതിയൊരു ഡെയിലി അപ്ഡേറ്റ്സ് വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക്